നമുക്ക് തുടക്കകാലത്തൊക്കെ നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ കഥ കേട്ടാൽ ഈ ചൈനയിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് അവിടെ പറ്റിക്കപ്പെട്ട കഥകളും ഒരുപാട് ആളുകൾ ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റ് ശരിക്കും ചൈനയിൽ നിന്ന് പുറത്ത് പോയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മാറ്റർ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് മുർഷിദ് ബ്രോയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായത് ആക്ച്വലി ചൈനയിൽ പോയിട്ട് ഒരു ബിസിനസ് എടുക്കുക, അല്ലെങ്കിൽ ഇനീഷ്യൽ ടൈമിൽ ഞാൻ ഒരു സപ്ലയർ എടുത്ത് പോയിട്ട് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവരെ ട്രസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ശരിക്കും അതിനുള്ളൊരു കോൺഫിഡൻസ്? കുറേ പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ പറയാലോ, എഡ്നോക്കിൻ്റെ ഫസ്റ്റ് തോട്ടിൽ നമുക്ക് വലിയ ലോസ് അല്ല പെട്ടിട്ടുണ്ട്. ഫ്രീസ് വന്നു, അക്കൗണ്ട് ഫ്രീസ് വന്നു. നമുക്ക് അങ്ങനെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ഇസ് കോമൺ. ഒരു ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ട്, ട്രാൻസാക്ഷൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ അക്കൗണ്ട് ആ എമൗണ്ട് ഫ്രീസ് ആണ്. ആ എമൗണ്ട് ഫ്രീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം കുറേ പേരുണ്ട്, മലയാളീസ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. അവരെന്താ പുതുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ക്യാനൻ ഫെയറിന് വരും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അവർ ഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്യും, ഡോളറിലാവും, അവിടെ ചൈനീസിൽ ഫണ്ട് എത്തും, ഫണ്ട് അവിടെ ഫ്രീസ് ആവും, അവിടെ സ്റ്റോപ്പ് ചെയ്തു അവർ ബിസിനസ്. ക്രോർസ് അങ്ങനെ പോയവരുണ്ട്, 18 crores വരെ പോയവർ എനിക്കറിയാം.